രണ്ട് അണുബോംബിൽ നിന്നും രക്ഷപ്പെട്ട ഒരു വ്യക്തിയെ പറ്റി നിങ്ങൾക്കറിയോ? അതെ, അതാണ് സദാമു യാമഗുചി. അദ്ദേഹം ജീവിച്ചിരുന്നത് നാഗസാക്കിയിലായിരുന്നു. പിന്നീട് 1945 ഓഗസ്റ്റ് 6 അദ്ദേഹം തന്റെ ബിസിനസ് ട്രിപ്പിന് വേണ്ടി ഹിരോഷിമയിലേക്ക് പോവുകയാണ്. അദ്ദേഹം അവിടെ ചെന്നിട്ടാണ് അമേരിക്കയുടെ അണുബോംബായിട്ടുള്ള ലിറ്റിൽ ബോയ് എന്ന് പറഞ്ഞ അണുബോംബ് ഹിരോഷിമയിൽ വർഷിക്കുന്നത്. ഏകദേശം അദ്ദേഹത്തിന്റെ 3 കിലോമീറ്റർ അകലെയായിരുന്നു. അദ്ദേഹത്തിന് സാരമല്ലാത്ത പരിക്കുകളെല്ലാം ഏൽക്കുന്നുണ്ട്. പിന്നീട് താൽക്കാലികമായിട്ടുള്ള കണ്ണിന്റെ കാഴ്ച പോകുന്നുണ്ട്, ചെവിയുടെ കേൾവി ശക്തി നഷ്ടപ്പെടുന്നുണ്ട്. എങ്കിലും അദ്ദേഹം അന്ന് അവിടെ വ്യോമാക്രമണ ഷെൽട്ടറുകളിൽ താമസിക്കുകയാണ്. അതിനുശേഷം തന്റെ ഹോം ടൗൺ ആയിട്ടുള്ള നാഗസാക്കിയിലേക്ക് തന്നെ അദ്ദേഹം തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ മുറിവുകളെല്ലാം ബാൻഡേജ് ചെയ്യുകയാണ്. അവിടുന്ന് തന്നെ അദ്ദേഹം ചികിത്സ തേടുകയാണ്. അതിനുശേഷം ഓഗസ്റ്റ് 9 അദ്ദേഹം വീണ്ടും തന്റെ ജോലിയിൽ ജോയിൻ ചെയ്യുകയാണ്. അവിടെ ചെന്ന് തന്റെ സൂപ്പർവൈസറോട് തനിക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വീണ്ടും അമേരിക്കയുടെ മറ്റൊരു അണുബോംബായിട്ടുള്ള ഫാറ്റ് ബോയ് നാഗസാക്കിയിൽ വീണ്ടും വർഷിക്കുകയാണ്. ഏകദേശം അതും അദ്ദേഹത്തിന്റെ 3 കിലോമീറ്റർ അകലെയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് സാരമായ പരിക്കുകൾ ഏൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഇടത് ചെവിയുടെ കേൾവി പൂർണ്ണമായും നഷ്ടപ്പെടുകയാണ്. അതിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടെങ്കിലും പിന്നീട് അദ്ദേഹം ജീവിച്ചത് ഇങ്ങനെയുള്ള ഒരു അസുഖങ്ങൾ കൊണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന് ധാരാളം റേഡിയേഷൻ ഏറ്റിട്ടുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം അണുവായുധങ്ങൾ നിരോധിക്കുന്നതിനു വേണ്ടി ഐക്യരാഷ്ട്രസഭയിൽ സംസാരിക്കുകയും തന്റെ ജീവിതകഥ തുറന്നു പറയുകയും ചെയ്തിരുന്നു. പിന്നീട് അദ്ദേഹം 93 വയസ്സിൽ 2010 മരണപ്പെടുന്നത്.